എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ SCRTൻ്റെ റിവിഷൻ സീരീസ് ആണ്. ദിവസവും ഒരു 10 SCRT ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ ഈ SCRTയുടെ പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. പൂനെയിലെ ആഗാ ഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ വെച്ച് ഗാന്ധി പത്നിയായ കസ്തൂർബ ഗാന്ധി മരിച്ച വർഷം. നമുക്കറിയാം, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഗാന്ധിജി, നെഹ്റു ഉൾപ്പെടെയുള്ള മുൻനിര നേതാക്കളെ മുഴുവൻ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൽ മഹാത്മാഗാന്ധിജിയെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും പാർപ്പിച്ചത് പൂനെയിലെ ആഗാ ഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ്. മഹാത്മാഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും പാർപ്പിച്ചിരുന്നത് പൂനെയിലെ ആഗാ ഖാൻ കൊട്ടാരത്തിലെ ജയിലിലായിരുന്നു. ഈ പൂനെയിലെ ആഗാ ഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ വെച്ചാണ് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. അപ്പോൾ പൂനെയിലെ ആഗാ ഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ വെച്ച് കസ്തൂർബ ഗാന്ധി അന്തരിച്ചു. അത് എന്നാണ് ചോദ്യം. 1944 ഫെബ്രുവരി 22-ന്. 4-4-2-2 അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം മൊത്തം 4-4-2-2. 44 എന്ന് ഓർത്താൽ മതി. 44ൻ്റെ പകുതി 22, പിന്നെ 2-ാം മാസം ഫെബ്രുവരി. 1944 ഫെബ്രുവരി 22-നാണ് പൂനെയിലെ ആഗാ ഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ വെച്ച് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. അപ്പോൾ കസ്തൂർബ ഗാന്ധി അന്തരിച്ച വർഷം 1944 ഫെബ്രുവരി 22-നാണ് പൂനെയിലെ ആഗാ ഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ വെച്ചാണ് അവർ അന്തരിച്ചത്. അവിടെ തന്നെയാണ് അവരുടെ ശവസംസ്കാരവും നടത്തിയത്. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയത്. അതിനുശേഷം അവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 2 വർഷത്തിന് ശേഷം 1944 2-ാം മാസം ഫെബ്രുവരി 22-ാം തീയതി കസ്തൂർബ ഗാന്ധി പൂനെയിലെ ആഗാ ഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ വെച്ച് അന്തരിച്ചു. എന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം? ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9-ആണ് ക്വിറ്റ് ഇന്ത്യ ദിനം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യത്തിൽ പഠിച്ചതാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് പഠിച്ചതാണ്. ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് 1942 ബോംബെയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ. അതിൻ്റെ പിറ്റേ ദിവസം ഓഗസ്റ്റ് 9-ആണിത് ക്വിറ്റ് ഇന്ത്യ ദിനം. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. ഇതിൽ ഓപ്ഷൻ എ ഓഗസ്റ്റ് 8 എന്നുള്ളത് ട്രാപ്പാണ്. ഓപ്ഷൻ എ ട്രാപ്പാണ്. കാരണം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയതാണ് ഓഗസ്റ്റ് 8-ന്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് 9-നാണ്. പ്രമേയം പാസ്സാക്കിയതിൻ്റെ പിറ്റേ ദിവസം 1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9-ആണ് ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9. പ്രമേയം പാസ്സാക്കിയത് ഓഗസ്റ്റ് 8, ദിനം ഓഗസ്റ്റ് 9. 8-ന് പ്രമേയം പാസ്സാക്കി, 9-ന് ദിനമായി ആചരിച്ചു. ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 9, കൺഫ്യൂഷൻ വേണ്ട. ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് 1942 ബോംബെയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് 9. അടുത്ത ദിവസം, പ്രമേയം പാസ്സാക്കിയതിൻ്റെ അടുത്ത ദിവസമാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഒരു ദിനമായിട്ട് ആചരിക്കണമെങ്കിൽ അതിനു മുമ്പ് എന്ത് ചെയ്യണം? അതിൻ്റെ പ്രമേയം പാസ്സാക്കണമല്ലോ. അപ്പോൾ പ്രമേയം പാസ്സാക്കിയതാണ് ആദ്യം. അതിന് ശേഷം അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്തു? അതിൻ്റെ ദിനമായിട്ട് ആചരിച്ചു. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു. ഓഗസ്റ്റ് 9-ആണ് ക്വിറ്റ് ഇന്ത്യ ദിനം. അടുത്തത് ജോഡി ശരിയാക്കാനാണ്. 1 ദണ്ഡി യാത്ര, 2 മലബാർ കലാപം, 3 വൈക്കം സത്യാഗ്രഹം, 4 ക്വിറ്റ് ഇന്ത്യ സമരം, 5 നിസ്സഹകരണ പ്രസ്ഥാനം, 6 ചൗരി ചൗര സംഭവം. എ 1942, ബി 1930, സി 1921, ഡി 1924, ഇ 1920, എഫ് 1922.
ഇപ്പോൾ ജോഡി ശരിയാക്കാനാണ്, സംഭവങ്ങളും വർഷങ്ങളും തമ്മിലുള്ള ജോഡി ശരിയാക്കാനാണ്. ഇത് SCRT നമുക്ക് തന്ന ഒരു പ്രവർത്തനമാണ്. അത് അതേപോലെ തന്നെ ഞാനൊരു ചോദ്യം ഇട്ടതാണ്, ജോഡി ശരിയാക്കാൻ. ദണ്ഡിയാത്ര ഏതാണ് വർഷം? ദണ്ഡിയാത്ര ഓപ്ഷൻ ബി ആണ് 1930. ദണ്ഡിയാത്ര ബി ആണ് 1930. മലബാർ കലാപം നമുക്കറിയാം 1921, സി ആണ്. വൈക്കം സത്യാഗ്രഹം 1924, ഡി ആണ്. നിസ്സഹകരണ ക്വിറ്റ് ഇന്ത്യ സമരം നമുക്ക് ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ 1942 ആണ്. അത് 42 ഏതാണ്? എ ആണ്. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം 1920 ആണ്, ഇ ആണ്. നമുക്കറിയാം റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി സമരരംഗത്ത് സജീവമായത്. 1920 കൽക്കട്ട കോൺഗ്രസ് പ്രത്യേക സമ്മേളനത്തിലാണ് എന്ത് നിസ്സഹകരണ പ്രമേയം, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 1920 നിസ്സഹകരണ പ്രസ്ഥാനം. ചൗരി ചൗര സംഭവം എന്നാണ്? 1922 ആണ്, എഫ് ആണ്. 1922 നിസ്സഹകരണ സമരം തുടങ്ങി, നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി കൃത്യം 2 വർഷത്തിന് ശേഷമാണ് ചൗരി ചൗര സംഭവം ഉണ്ടാകുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം 1922 നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1B, 2C, 3D, 4A, 5E, 6F എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരം. വർഷങ്ങളൊന്നുകൂടി നോക്കാം നമുക്ക്. ദണ്ഡിയാത്ര 1930, മലബാർ കലാപം 1921, ക്വിറ്റ് ഇന്ത്യ വൈക്കം സത്യാഗ്രഹം 1924, ക്വിറ്റ് ഇന്ത്യ സമരം 1942, നിസ്സഹകരണ പ്രസ്ഥാനം 1920, ചൗരി ചൗര സംഭവം 1922. ഇപ്പോൾ റൗലറ്റ് ആക്ട് പ്രഖ്യാപിച്ചത് 1919 ആണ്. അതിന് പിറ്റേ വർഷമാണ് എന്ത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. പ്രത്യേക കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇതിനുള്ള അംഗീകാരം നൽകിയത്. വർഷം 1920. ഒന്നുകൂടി വർഷങ്ങൾ നോക്കാം. ദണ്ഡിയാത്ര 1930, മലബാർ കലാപം 1921, വൈക്കം സത്യാഗ്രഹം 1924, ക്വിറ്റ് ഇന്ത്യ സമരം 1942, നിസ്സഹകരണ പ്രസ്ഥാനം 1920, ചൗരി ചൗര സംഭവം 1922. ഇപ്പോൾ 1B, 2C, 3D, 4A, 5A, 5E, 6F എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. അപ്പോൾ വർഷങ്ങളും സംഭവങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. ഇത് SCRTയിലുള്ള ഒരു കോളായിട്ട് തന്ന നമുക്കൊരു പ്രവർത്തനമാണ്. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇങ്ങനെ പറഞ്ഞതാരാണ്, അല്ലെങ്കിൽ ആരുടേതാണ് ഈ വാക്കുകൾ? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ ബി ആണ്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. സുഭാഷ് ചന്ദ്രബോസാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് ആഹ്വാനം ചെയ്തത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് ആഹ്വാനം ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. ആ വിപ്ലവവുമായി ബന്ധപ്പെടുത്തി ഓർത്തിയാൽ മതി. കാരണം ഈ വാക്കിൽ തന്നെ ഒരു വിപ്ലവമുണ്ട്. അപ്പോൾ വിപ്ലവ പോരാട്ടം അല്ലെങ്കിൽ സായുധ വിപ്ലവത്തിനൊക്കെ നേതൃത്വം നൽകിയ ഒരാളാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA സ്ഥാപകൻ ആരാണ്? ഇതിൽ നമുക്ക് കണ്ട ഓപ്ഷൻ എ ട്രാപ്പ് വരുന്നുണ്ട്, സുഭാഷ് ചന്ദ്രബോസ് എന്ന് വരുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസാണ് ഇത് സജീവമാക്കിയത്, ഇതിന് നേതൃത്വം നൽകിയത് എങ്കിലും ഇതിൻ്റെ സ്ഥാപകൻ ഒരിക്കലും സുഭാഷ് ചന്ദ്രബോസ് അല്ല. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA സ്ഥാപകൻ ഓപ്ഷൻ സി ആണ്, റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA സ്ഥാപകൻ. സുഭാഷ് ചന്ദ്രബോസ് എന്താണ് ഈ ഒരു പ്രസ്ഥാനത്തെ സജീവമാക്കിയ ആളാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി ആരായിരുന്നു? ഇതിൻ്റെ വനിതാ വിങ്ങിൻ്റെ നേതാവായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. അവർ മലയാളി കൂടിയാണ്. അപ്പോൾ ഇവർ 3 പേരും INA ബന്ധപ്പെട്ട ആളുകളാണ്. പക്ഷേ ഇത് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. INA സ്ഥാപിച്ചത് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ആണ് INA സ്ഥാപിച്ചത്. ആ ഫാക്റ്റിന് നിങ്ങൾക്ക് ഒരിക്കലും മാറാൻ പാടില്ല. INA സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ്. INA സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ അഥവാ INA സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ്. ബോസാണ്. ഓക്കെ, റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ്.
ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസിന്റെ മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ്. അപ്പോൾ നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാ എന്നുള്ളതും ജയ് ഹിന്ദ് എന്നുള്ള മുദ്രാവാക്യവും ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. നമുക്കറിയാം നമ്മുടെ പട്ടാളക്കാർ ഇപ്പോഴും ജയ് ഹിന്ദ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ജയ് ഹിന്ദ് എന്നുള്ള മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. ജയ് ഹിന്ദ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് ആരാണ്? INA-യുടെ സ്ഥാപകൻ. മുന്നത്തെ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഗാന്ധിജിയുടെ മുദ്രാവാക്യം എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമയത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഗാന്ധിജിയാണ്. റാഷ് ബിഹാരി ബോസ് INA സ്ഥാപിച്ചു. സുഭാഷ് ചന്ദ്രബോസിന്റെ ഇതാണ് എന്ത്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ച അതും. അതുപോലെ ജയ് ഹിന്ദ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ജയ് ഹിന്ദ്, സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ്, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് നമ്മുടെ സ്വന്തം മഹാത്മാ ഗാന്ധിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു. ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് ഇപ്രകാരം പറഞ്ഞതാരാണ്? അപ്പോൾ ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഒരാൾ ഇപ്രകാരം പറഞ്ഞതാണ്. ഇതാരോടാണ്? ഗാന്ധിജിയോടാണ് ഇപ്രകാരം പറഞ്ഞത്. അതാരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് പറഞ്ഞ കാര്യമാണെന്ത്? ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു എന്ന്. നമുക്കറിയാം ഗാന്ധിജിയുടെ സമരങ്ങളൊക്കെ എന്താണ്? സത്യഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിട്ടായിരുന്നു. എന്നാൽ സായുധ വിപ്ലവത്തിലൂടെ ഇന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ പിടിച്ചെടുക്കാനാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ പോരാടിയിരുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് എന്ത്? റാഷ് ബിഹാരി ബോസ് സ്ഥാപിച്ച INA അഥവാ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് വന്നപ്പോഴാണ് എന്ത്? സായുധ വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷുകാരിൽ നിന്ന് അധികാരം തിരിച്ചെടുക്കാം, ഇന്ത്യയെ തിരിച്ചെടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങിയത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഇങ്ങനെ പറഞ്ഞത്: ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു എന്ന് പറഞ്ഞത്. മഹാത്മാഗാന്ധിയോട് ആണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ്? അവർ സായുധ വിപ്ലവത്തിന് മുന്നിട്ടിറങ്ങുകയാണ്, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ തിരിച്ചു പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഗാന്ധിജി എപ്പോഴും എന്താണ്? ഇങ്ങനെയുള്ള സായുധ വിപ്ലവത്തിനെതിരായിരുന്നു. അതുകൊണ്ടാണ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് ഇപ്രകാരം ആഹ്വാനം ചെയ്തത്. INA-യുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്. ഝാൻസി റെജിമെന്റ് ആണ്. ഝാൻസി റെജിമെന്റ് ആണ്. നമ്മുടെ ഝാൻസി റാണിയുടെ പേരുള്ള ഝാൻസി റെജിമെന്റ് എന്നാണ് INA-യുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത്. അതിന് നേതൃത്വം നൽകിയ ആളാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷനിൽ എ ക്യാപ്റ്റൻ ലക്ഷ്മി റെജിമെന്റ് എന്ന് തരുന്നത് തന്നെ നമ്മൾ ഓപ്ഷൻ എ ട്രാപ്പാണ്. INA-യുടെ വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകിയവരാണ് ആര്? ക്യാപ്റ്റൻ ലക്ഷ്മി. പക്ഷേ ആ വിഭാഗത്തിൻ്റെ പേരെന്താണ്? ഝാൻസി റെജിമെന്റ് എന്നാണ്. ഝാൻസി റെജിമെന്റ് എന്നാണ് INA-യുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത്. അതിന് നേതൃത്വം നൽകിയ ആളാണ് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് INA-യുടെ വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകിയത്. വനിതാ വിഭാഗം അറിയപ്പെടുന്നത് എന്താണ്?
ഝാൻസി റെജിമെൻ്റ് എന്നാണ്. ഝാൻസി റെജിമെൻ്റ് എന്നാണ് INAയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത്. അപ്പോൾ INAയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഝാൻസി റെജിമെൻ്റ് ആണ്. ഇതിന് നേതൃത്വം നൽകിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. നേതാജിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന തൻ്റെ 26ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളി ആരാണ്? അപ്പോൾ നേതാജിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിക്കൊണ്ട് INAയിൽ ചേർന്ന ധീരനായ ഒരു മലയാളി ഉണ്ട്. വെറും 26 വയസ്സ് മാത്രം പ്രായമാകുമ്പോൾ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു. ധീരനായ ആ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൽ ഖാദറാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി ആരാണ്? INAയുടെ വനിതാ വിഭാഗമായ ഝാൻസി റെജിമെൻറ്റിന് നേതൃത്വം നൽകിയതാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ഓപ്ഷൻ സി ബാരിസ്റ്റർ GP പിള്ള ആരാണ്? ബാരിസ്റ്റർ GP പിള്ള മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് 1891 സമർപ്പിച്ച ആളാണ് ബാരിസ്റ്റർ GP പിള്ള. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത 72 ആളുകളിൽ ഒരാളാണ് ബാരിസ്റ്റർ GP പിള്ള. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന തൻ്റെ 26ാം വയസ്സിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ ആ മലയാളി യുവാവാരാണ്? വക്കം അബ്ദുൽ ഖാദർ എന്ന യുവാവാണെന്ത് INAയിൽ ചേർന്ന ആ മലയാളി. പിന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന വെറും 26 വയസ്സ് മാത്രം പ്രായമാകുമ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളി എന്ന് പറയുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദറാണ് INAയിൽ ചേർന്ന തൻ്റെ 26ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളി. ഇതിൽ ക്യാപ്റ്റൻ ലക്ഷ്മിയും വക്കം അബ്ദുൽ ഖാദറൊക്കെ എന്താണ്? മലയാളികളാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ വാദം ഉയർത്തിയ 1940 മുസ്ലിം ലീഗ് സമ്മേളനം നടന്നത് എവിടെയാണ്? 1940 മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ വാദം ഉയർത്തിയത്. ദ്വിരാഷ്ട്രവാദം, പാകിസ്ഥാൻ വാദം എന്നൊക്കെ അറിയപ്പെടുന്ന വാദം ഉയർത്തിയ ആളാണ് മുഹമ്മദ് അലി ജിന്ന. 1940 മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ഒരു വാദം ഉയർത്തിയത്. ആ സമ്മേളനം നടന്നത് എവിടെയാണ്? ലാഹോറാണ്. അപ്പോൾ 1940 ലാഹോർ മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് മുഹമ്മദ് അലി ജിന്ന ദ്വിരാഷ്ട്രവാദം അല്ലെങ്കിൽ പാകിസ്ഥാൻ വാദം ഉയർത്തിയത്. ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദ്വിരാഷ്ട്രവാദം ഉയർന്നു വന്നത് ഇന്ത്യയിൽ. മുഹമ്മദ് അലി ജിന്നയാണ് ദ്വിരാഷ്ട്രവാദവും പാകിസ്ഥാൻ വാദവും ഒക്കെ ഉയർത്തിയത്. അത് ഉയർത്തിയ മുസ്ലിം ലീഗ് സമ്മേളനമാണ് 1940 ലാഹോർ സമ്മേളനം. 1940 ലാഹോർ മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് ദ്വിരാഷ്ട്രവാദം, പാകിസ്ഥാൻ വാദമൊക്കെ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഉയർത്തിയത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഉണ്ടായത് എന്നാണ് നമ്മൾ പറഞ്ഞു. 1906 ബംഗാൾ വിഭജനം നടന്ന പിറ്റേ വർഷം 1906 ആഗാ ഖാന്റെയും നവാബ് സലീമുള്ള ഖാന്റെയും നേതൃത്വത്തിലാണ് മുസ്ലിം ലീഗ്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന സംഘടന രൂപീകൃതമായത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന സംഘടന രൂപീകൃതമായത് 1906 അതിന് നേതൃത്വം നൽകിയത് ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനുമാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത്. എന്നാൽ പാകിസ്ഥാൻ വാദം ഉയർത്തിയ ആളാരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. 1940 ലാഹോർ മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് ദ്വിരാഷ്ട്രവാദം അല്ലെങ്കിൽ പാകിസ്ഥാൻ വാദം മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഉയർത്തിയത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഈ ഒരു വീഡിയോയുടെ കൂടി ഈ ഒരു SCRT ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. ഇനിയുള്ളത് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററാണ്. ഇനി 10ാം ക്ലാസ്സിലെ 4, 5, 6 ചാപ്റ്ററുകളാണ് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.